ഒരു 50 വർഷക്കാലത്തെ പാർട്ടി ജീവിതത്തിൽ എന്തുകൊണ്ടാണ് CC മുകുന്ദന് നല്ലൊരു വീട് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ? അത് വെച്ചാൽ എൻ്റെ ഒരു കഷ്ടപ്പാടും ദുരിതങ്ങളും. എൻ്റെ വീട് തന്നെ പറയുന്നത് ഭൂമിയില്ല, ഇപ്പോഴും പൂജ്യം പര തയ്ച്ചു കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുദ്ദേശിച്ചത് പോലെ എന്നെ കിട്ടാണ്ട് വന്നപ്പോൾ അവർക്ക് സാഹചര്യം ഉണ്ടാക്കി എന്നെ പുറത്താക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ ചെയ്തതാണ്. പാർട്ടി എൻ്റെ പേര് പറഞ്ഞിട്ട് കാശ് പിരിച്ചോന്ന് എനിക്കറിയില്ല. നിങ്ങൾ പിരിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ പിരിച്ചു പോയല്ലോ. ആളുകളല്ല, ചില വ്യക്തികൾ. പിന്നെ സാമ്പത്തികമായി പിരിച്ചു കൊടുക്കുന്നതിൽ ഞാൻ പറയുന്നില്ല. അവർ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തൊഴിലാളി സംഘത്തിൽ പണി കിട്ടിയിട്ടുണ്ട്, ഒരു പണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്ന ഇരട്ടി എൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് ഞാൻ ദാനം ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നാട്ടിക MLA CC മുകുന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. CC മുകുന്ദൻ ഇപ്പോൾ മാതൃഭൂമി.comനൊപ്പം ചേരുകയാണ്. ഏകദേശം അരനൂറ്റാണ്ടോളമുള്ള പാർട്ടി സേവനമാണ് CC മുകുന്ദൻ്റേത്. ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ സങ്കടമുണ്ടോ? സങ്കടമില്ലായില്ല. കാരണം വളരെ ചെറുപ്പം മുതലാണ് ഈ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും ഉയർന്നു വന്ന കാര്യം, അന്തിക്കാട് പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണ്. അപ്പോൾ അവിടെയുള്ള ആ പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ. ആ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഏറിയ ഇതിൽ തന്നെ ISF തൊട്ട് ഇപ്പോൾ പാർട്ടി രംഗത്ത് വരാനുള്ള അവസരം ഉണ്ടായത്. അതാണ് എൻ്റെ ഒരു 58 വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കും പാർട്ടിയുടെ ചരിത്രം, എൻ്റെ ചരിത്രം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഭീഷമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിയുടെ അകത്ത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി പറയുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പോകാൻ സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം കിട്ടി. ആ സാഹചര്യം മത്സരിക്കേണ്ടി വന്നു. മത്സരിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷം തികയാണിപ്പോൾ. 5 വർഷം തികയോടൊപ്പം തന്നെ പാർട്ടി ചില നിർദ്ദേശങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പുതിയ പാനൽ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ പേര് വിട്ട് കളയുന്നു. പഴയ കാലത്ത് ഉണ്ടായിരുന്ന പാനൽ ചില ഞാൻ മത്സരിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്നത് വേറൊരു MLA ആയിരുന്നു. ആ MLAനെ മാറ്റാനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ചെയ്തതിൻ്റെ ഫലമായി പാർട്ടിക്കും ദോഷകരമായ അനുഭവം ഉണ്ടായിരുന്നു. പാർട്ടി അത് ആലോചിച്ച് അവരെ മാറ്റിയിട്ട് എന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വേദന ഉണ്ടാക്കി. കാരണം പാർട്ടിക്ക് ഒരു തെറ്റും ചെയ്തു. പക്ഷേ പാർട്ടിയുടെ ഒരു കത്തിൽ പറയുന്നത് നിരന്തരമായി പാർട്ടിയുടെ അകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷേ അത് വെറുതെ സുത്ത അപരാധമാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ വെച്ചാൽ ഈ 58 വർഷക്കാലം ഈ പാർട്ടിയിൽ വ്യത്യസ്തമായ സമയം മത്സരിക്കുക അല്ല മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴാണ് ഒരു അപകടസ്ഥിതി ഇപ്പോൾ മണത്തറിഞ്ഞത്. അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, താല്പര്യമില്ലാത്ത കുറേ വ്യക്തികളുണ്ട്, അവർക്ക് നമ്മളെ മാറ്റണം എന്നാണ് അവർക്കുള്ള താല്പര്യം. ആ അനുസരിച്ച് അങ്ങനെ വന്നാൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല ഈ മണ്ഡലത്തിൽ. കാരണം അത് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ മണ്ഡലത്തിൽ നാട്ടിക മണ്ഡലം, ചെറുപ്പ് മണ്ഡലമുണ്ട്. ഈ മണ്ഡലമാണ് ഈ നാട്ടികയുടെ മേഖല. ആ നാട്ടിക മണ്ഡലത്തിലും ഗ്രൂപ്പുകളുണ്ടാക്കി. അതുപോലെ തന്നെ ചെറുപ്പ് മണ്ഡലത്തിലും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പാർട്ടി കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് നമ്മളെ വിമർശിപ്പിക്കുക എന്നൊരു സമീപനമാണ് കഴിഞ്ഞ കാല അനുഭവത്തിലുണ്ടായത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി പട്ടിക വരുന്ന ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ ഇവരും പങ്കാളിത്തോടെ നൽകിയിട്ട് അവരെന്നായിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഭൂരിപക്ഷ അഭിപ്രായങ്ങൾക്കെതിരെ ഉണ്ടാക്കി എന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ധാരണ ഉണ്ടാക്കി മാറ്റലാണ് ഉണ്ടായത്. താങ്കൾ സ്ഥിരമായി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. അത്ര വലിയ പാർട്ടി വിരുദ്ധനാണോ താങ്കൾ? അങ്ങനെ ഒരു 58 വർഷക്കാലം ഞാൻ ഈ പാർട്ടിയുടെ നിന്നിട്ട് ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുദ്ദേശിച്ചത് പോലെ എന്നെ കിട്ടാണ്ട് വന്നപ്പോൾ അവർക്ക് സാഹചര്യം ഉണ്ടാക്കി എന്നെ പുറത്താക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ ചെയ്തതാണ്. അല്ലാണ്ട് വെറുതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഇവർക്ക് പറയാൻ കഴിയില്ല. പാർട്ടി പറയുന്ന എന്തും പണി ചെയ്തിരുന്ന രാവും പകലും നോക്കാതെ. വേറെ മാത്രമല്ല, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വരികയുണ്ടായി. ആ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ എന്നോട് ഇത്ര ലക്ഷം രൂപ വേണം, എന്നാലേ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് 10 പൈസയില്ല. അല്ലാതെ പിരിച്ച് തരണം. 68 ലക്ഷം രൂപയാണ് പിരിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആകെപ്പാടെ എന്നാൽ കുറച്ച് കാശ് തരൂ, ഞാൻ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാറുണ്ട്, ആ കാറ് പണിപ്പടി വെച്ചിട്ട് കുറച്ച് കാശ് തരാം, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ തൊട്ട് ചർച്ച ആരംഭിച്ചു. താങ്കൾ പാർട്ടിക്ക് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? ആവണം, അല്ലാണ്ട് അങ്ങനെ പൈസ അവർ പറയുന്നത് ഞാൻ കൊടുക്കണം. അവർ പറയുന്ന പ്രവർത്തനം ഞാൻ വരാണ്ട് വെച്ചിരുന്നില്ല. ചില ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയണം. പക്ഷേ ഞാൻ ഇത് മണ്ഡലത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി ഇല്ലെങ്കിലും മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും പോയി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സഹായിക്കുകയും ഇവർ പറയുന്ന പോലെ ഫണ്ട് പിരിച്ചു കൊടുത്ത് അവർ പറയുന്ന പോലെ ഫണ്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ ഇന്നലെ വരെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുത്തി ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞ പാർട്ടി വീണ്ടും ഇപ്പം നിലവിലുള്ള സ്ഥാനാർത്ഥിയാക്കി വന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ്
വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ എനിക്ക് തോന്നി. പാർട്ടിയുടെ പോളിസി ഞാൻ പുറകെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പോളിസി ചിലർക്ക് വേണ്ടിയുള്ള പോളിസിയാണ്. ആ പോളിസി അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പ്രതിഷേധം. അതുകൊണ്ട് ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ പ്രധാന ചർച്ച താങ്കൾ ചെത്തൊഴിലാളി സംഘത്തിൽ തുടങ്ങി, അത് ആ സമയം മുതൽ പാർട്ടി നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ എന്നിട്ട് MLA ആക്കി. ഇപ്പം താങ്കൾ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു പേയ്മെൻറ്റ് സീറ്റ് എന്ന വിവാദവും പറഞ്ഞ് പുറത്തു പോകാമെന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെ അകത്ത് അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ ഈ പാർട്ടി രംഗത്ത് വളരെ സജീവമായി വർക്ക് ചെയ്തും ചിലരൊക്കെ അവഗണിക്കപ്പെടുന്ന തോന്നൽ മനസ്സിലുണ്ടായി. അവർ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ചെത്തൊഴിലാളി സംഘത്തിൽ പണി കിട്ടിയിട്ടുണ്ട്, ഒരു പണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇരട്ടി എൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് ഞാൻ ദാനം ചെയ്തിട്ടുള്ള ആളാണ്. എന്നിട്ട് പോലും ഒരു ജോലി തരാമെന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് തന്നിട്ടൊക്കെ എൻ്റെ തർക്കമൊന്നുമില്ല. ആ പണി തന്നു, ശരിയാണ്. ആ പണി എങ്ങനെ കിട്ടിയത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ ചില സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് പണി വരുന്നത്. അല്ലെങ്കിൽ എത്ര ആൾക്കാർ ആ സംഘത്തിൽ പഠിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അവിടെ പാർട്ടി ലീഡർമാരുടെ ഭാര്യമാർക്കാണ് പണി കൊടുക്കുന്നത് ചെത്തൊഴിലാളി സംഘത്തിൽ. എനിക്ക് തരാൻ അവർ തീരുമാനിച്ചത് എന്താ, ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തരുമോ? ഓടിപ്പോണ ആൾക്കൊരു പണി കൊടുക്കുന്നില്ല. ഞാൻ പ്രവചന ഫലം തരാമെന്ന് പറഞ്ഞാൽ ആ പണി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ ഞാൻ ഉന്നയിക്കുക വന്നത് അതല്ല വിഷയം. ഇതുമായി ഞാൻ ചോദ്യം ചെയ്തപ്പെട്ടില്ലേ? ആ ചോദ്യം ചെയ്തതിൽ എൻ്റെ പാർട്ടിയുടെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായൊരു ഇഷ്യൂ നമുക്ക് അനുഭവപ്പെടേണ്ടി വന്നത് എന്നുള്ളതാണ്. അതായത് ഈ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷയം അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം അല്ലേ? PA നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പ്രശ്നം അല്ലേ? അത് പാർട്ടി പറഞ്ഞ PA നെയാണ് വെച്ചത്. ആ പാർട്ടി വന്ന് PA നെ വയ്ക്കുമ്പോൾ എനിക്കൊരു ധാരണ എനിക്ക് അയാൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അയാൾ ഇഷ്ടമല്ല. അപ്പോൾ അത് പറ്റില്ല, പാർട്ടി പറഞ്ഞാണ് പറഞ്ഞ് തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ ക്വാളിഫൈഡ് പറഞ്ഞത് മുമ്പ് ഉണ്ടായിരുന്ന സുനിൽകുമാറിൻ്റെ 15 വർഷത്തെ PA ആണ്. അപ്പോൾ ആ PA ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ, വേറെ PA നെ വയ്ക്കണ്ടല്ലോ എന്ന് അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ആ PA നെ വെപ്പിച്ചു. അപ്പോൾ വെപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു MLA അല്ലാത്ത രീതിയിലാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. നമ്മളെ കൊണ്ട് കുറേ മറ്റേ ലെറ്റർ പാഡിൽ ഒപ്പിട്ട് വയ്ക്കും. എന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് MLA പോലെ തന്നെ കിടക്കാൻ ആളാണ് ഇതൊക്കെ ചെയ്ത്. അങ്ങനെ ഒരു ന്യൂസ് കിട്ടണം. ചില കാര്യങ്ങൾ വന്ന് സാറ് എന്നോട് ഇത്ര കാശ് ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടേ? അവൻ എന്തിനാ ചോദിക്കുന്നത്? ഭൂമി കൈമാറ്റം ചെയ്തേനെ, ജോലിക്കൊരു അപേക്ഷ കൊടുത്തേനെ. ഞാൻ എനിക്കൊരു 10 പൈസ വേണ്ട. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു വലിയൊരു ചർച്ചയായിട്ട് പിന്നെ വരികയുണ്ടായി. അപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഞാൻ പാർട്ടി സെക്രട്ടറി ഒന്നും എനിക്ക് ആളെ ഇഷ്ടമല്ല. അപ്പോൾ എന്നോട് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, അത് പാർട്ടി സെക്രട്ടറി വത്സരാജാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും MLAക്ക് തോന്നണതാണ്, നമ്മളത് പരിശോധിക്കണം. പിന്നെ അത് ആവർത്തിച്ചുകൊണ്ട് പോയി ചർച്ചകളൊക്കെ പുറത്തു പോയപ്പോൾ ആൾക്കാർ സംസാരിച്ചപ്പോൾ വിവരാവകാശം വെച്ചു. നിയമസഭയിൽ വിവരാവകാശം വെച്ചപ്പോൾ ഇയാൾ എൻ്റെ ഒപ്പിട്ടിട്ട് 84,500 രൂപ കൈപ്പറ്റിയിരിക്കുന്നു രേഖന്. അപ്പോൾ എനിക്ക് പുറത്ത് പറയേണ്ടി വന്നു. ഞാനപ്പോൾ അത് കമ്മിറ്റിയിൽ പരാതി കൊടുത്തു, നിയമസഭയിൽ പരാതി കൊടുത്തു. നിയമസഭയിൽ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഞാൻ ചർച്ച വന്നപ്പോൾ എന്നോട് പോലീസ് ചോദിച്ചു എന്താണ് നിങ്ങളുടെ. ഞാൻ പറഞ്ഞു എനിക്ക് സംശയം തീർക്കാൻ വേണ്ടു. അപ്പോൾ ചോദിച്ചു അപ്പോൾ ഈ ഒപ്പ് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അല്ലേ ഒപ്പ്, ഇതാരോ കള്ളപ്പായിരിക്കാം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ അന്ന് തന്നെ പോലീസ് അയാളെ കുറിച്ച് പോലീസ് കേസ് ചാർജ് ചെയ്തു. അങ്ങനെ ഇവരൊക്കെ വന്ന് അവിടെ ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നല്ലാതെ പറഞ്ഞു, വേറെ ആളാണ് എൻ്റെ എടുത്തത്, ഞാനൊന്നല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാൻ പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇത് ഞാൻ പ്രസ് ചെയ്യുന്നില്ല, നിയമസഭയിൽ പ്രസ് ചെയ്യുന്നില്ല, അത് നമുക്ക് പാർട്ടി പറഞ്ഞ പോലെ പോകാം. പിന്നെ ഒരു ഓർഡർ വരുന്ന വെച്ചാൽ ഞാൻ എഴുതി കൊടുക്കണം, ഇതൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്, എനിക്ക് തെറ്റിദ്ധാരണ മൂലമാണ് ഈ ഒപ്പ് ഇട്ടിട്ടുള്ളത്, അത് MLA അംഗീകാരം, അത് നടക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇതിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തു. അല്ല, നമുക്ക് അത് ബോധ്യപ്പെടും ചെയ്തേ. പിന്നെ അവിടെ നിന്ന് എന്നെ ഞാൻ പറഞ്ഞ വാക്ക് പരിഹരിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നോട് വലിയ രൂക്ഷമായ വിമർശനങ്ങൾ തുടങ്ങി. ഞാൻ പരിഹരിക്കട്ടെ, എൻ്റെ പല കമ്മിറ്റിയിലും പങ്കെടുപ്പിക്കില്ല, ചില യോഗങ്ങൾ മാറ്റി നിർത്തുന്നു. ഇവരെന്നെ മനഃപൂർവ്വം ഈ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചില യോഗങ്ങൾ പോകാതിരുന്നിട്ട് അതൊക്കെ വിഷയം ഉണ്ടാവും. പക്ഷേ നിരന്തരമായി അറിയുന്ന യോഗങ്ങളോ എന്നെ അറിയിക്കുന്ന യോഗങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്. ചില യോഗങ്ങൾ ചില MLAയുടെ ചില പരിപാടി ഉണ്ടാകുമ്പോൾ പറ്റാതെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ പാർട്ടി എടുത്ത നിലപാട് നമുക്കത് യോജിക്കുന്ന കൂട്ടത്തിലല്ല. അതിന് മുമ്പൊക്കെ പാർട്ടിയുടെ നിലപാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വന്നപ്പോൾ അത് പേയ്മെൻറ്റ് സെറ്റ് ആയിരിക്കണം, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അവരിതിൽ മിടിക്കുന്നു. ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന MLA എന്ന രീതിയിലായിരുന്നു കുറച്ച് മുന്നേ താങ്കളുടെ വലിയ വാർത്തകളൊക്കെ ആയി. താങ്കൾ വീട്ടിൽ തെന്നി വീണു, കാലിനൊക്കെ ബുദ്ധിമുട്ടായി. കാര്യങ്ങളൊക്കെ പരിഹരിച്ചോ? പരിഹരിച്ചിട്ടില്ല. പരിഹരിക്കാൻ 2 നിർദ്ദേശങ്ങളാണ് വന്നത്. ഇപ്പം എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മുതലാളിയാണ് യൂസഫ് അലി. അപ്പോൾ ഞാൻ വീണൊരു വാർത്തയൊക്കെ വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു തന്നെ. അദ്ദേഹം എൻ്റെ PA നെ വിളിച്ചേ, നിങ്ങളുടെ കണക്കൊക്കെ ശരിയാക്കി യൂസഫ് അലി കാശ് അടച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, എനിക്കങ്ങനെ സങ്കടം തോന്നിയത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇനിയും ഇരിക്കുന്ന സമയത്താണ്
ഇവർ പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പാർട്ടിയോട് ചോദിച്ചു, ഞാൻ എൻ്റെ പാർട്ടി എന്നെ സഹായിക്കും, എന്നില്ലാതെ എനിക്ക് ഈ പറഞ്ഞ യൂസഫ് അലിയുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട എന്ന് ആ പിയോട് പറഞ്ഞു. അത് വലിയ ന്യൂസായി പത്രത്തിൽ വന്നു. ആർക്കാ ദോഷം വന്നേ? അപ്പോൾ ഒരു മാനസിക തകരാറ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം പറയുക ആ നിലവിലുള്ള വീട് ഇപ്പോൾ ഞാൻ ഓടൊക്കെ ഒന്ന് മാറ്റി ഓട്ടൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മഴ പെയ്താൽ എന്തായാലും ആദ്യം വെള്ളം വീഴും, പിന്നെ നമ്മൾ കുറച്ച് അടച്ചു ചോരും വെള്ളം ആണ് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ വീടിൻ്റെ ഒരു പണി നടത്തിയിട്ടില്ല. അതെന്തേലും സാമ്പത്തിക സഹായം കിട്ടുന്ന അത് ചെയ്യാൻ കിട്ടില്ല, അല്ലെങ്കിൽ ഇല്ലല്ലോ കാശ്. അന്ന് പാർട്ടി സഹായിക്കും, കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി വന്നു, 3 പേര് വന്നു, 4 പേര് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ മാത്രമല്ല വന്ന് പലരും വന്നിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാം, MLA അത് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഒരു വലിയൊരു അപകടം ഉണ്ടെന്ന് ഇപ്പോൾ പാർട്ടി ലെറ്റർപടിയിൽ പ്രസിദ്ധിപ്പടിയിൽ തോന്നുന്നത്. ഇവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വേണ്ട. അപ്പോൾ പിന്നെ എനിക്കൊരു നോട്ടീസ് എഴുതി തയ്യാറാക്കി. നോട്ടീസ് എഴുതിയപ്പോൾ ഈ പുറപ്പത്ത് ഓട്ടം വെച്ച് എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടം വെച്ചിട്ടൊന്നും അങ്ങനെ കാശ് പിരിച്ച് തരേണ്ടതെന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന ഓട്ടത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, SP അക്കൗണ്ട് പാർട്ടി സെക്രട്ടറി പേര് CC മൂന്നൻ്റെ പേര് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതില്ല. ഇപ്പോൾ അവർ പറയുന്നത് CC മൂന്നൻ്റെ പേരിൽ മാത്രമായി അക്കൗണ്ട് തുറന്നാൽ മതി എന്നല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടെ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ എന്നെ കുറ്റപ്പിച്ച് വർത്തമാനം പറയുന്നത്. ഇപ്പോൾ അതൊന്നും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിരിവ് നടന്നിട്ടില്ലേ? ഇല്ല, പിരിച്ചോണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പാർട്ടി എൻ്റെ പേര് പറഞ്ഞിട്ട് കാശ് പിരിച്ചോണ്ട് എനിക്കറിയില്ല. വളരെ ഈ സിരിയസ് ചേട്ടൻ വന്നപ്പോൾ യൂസഫ് അലിയെ പോലുള്ള ആൾക്കാർ കാശ് കൊടുക്കാമല്ലോ. നമ്മുടെ എത്തിക്ക് അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ ആരോ 10 രൂപ തന്നിട്ടില്ല. ഗീതാ ഗോപി ഇവിടെ 2 തവണ MLA ആയ വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം താങ്കൾ ഉന്നയിക്കാൻ കാരണം എനിക്കൊന്നും വേറെ സഹായം പാർട്ടിക്ക് കിട്ടുന്നില്ല. അവർ സാമ്പത്തികമല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് അങ്ങനെ പറ്റുന്ന അവസ്ഥയില്ല. എന്തെങ്കിലും സംഘടന വർക്കാൻ വരുമ്പോൾ കിട്ടുന്ന കാശ് ഞാനല്ല എടുക്കുക, അവരുടെ പാർട്ടി സെക്രട്ടറി അക്കൗണ്ടിലേക്ക് അത് അയച്ചു കൊടുക്കും. അല്ലാതെ ഞാനൊരു 10 പൈസ നേരിട്ട് പാർട്ടിയുടെ ഇതുകൂടെ ഞാൻ മേടിച്ചിട്ടില്ല, മേടിക്കില്ല. ഞാൻ മേടിച്ചാൽ തന്നെ സംശയങ്ങൾ കിടക്കും. അത് അവരാണ് നേരിട്ട് മേടിച്ചിരുന്നത്. അതാണ് അവസ്ഥ. എന്നെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ഇവരാണ്. അതുകൊണ്ടല്ല ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്ന ഒരു MLA ഇന്ന് മാറ്റിയിട്ട് അന്യാക്കിയത്. ഇപ്പോൾ അവരവരുടെ പോളിസി സ്വീകരിച്ചത് എന്താ, അങ്ങനെ ഒരാളുണ്ടെങ്കിലാണ് നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് പേയ്മെൻറ്റ് സീറ്റ് എനിക്ക് തോന്നി സ്വയം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൈസ പിരിച്ചതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ട് പലരും കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനില്ലേ, പൈസ പിടിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കത് പറ്റിയിട്ടില്ല. പിരിച്ചു കൊടുക്കണമെന്നൊക്കെ ചില ന്യൂസ് പലതും ചെല്ലുമ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക്. ചിലത് തന്നെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഇന്നാൾ പിടിച്ചുകൊണ്ടേയില്ല, പിടിച്ചുകൊണ്ടുമ്പോൾ നമുക്ക് പിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ MLA അല്ല നാട്ടിൽ. നിങ്ങൾ പിരിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ പിരിച്ചു പോയിട്ടുണ്ടോ? ആളുകളല്ല, ചില വ്യക്തികൾ. MLA എത്ര പേർക്ക് കാശ് കൊടുക്കണം? അത് മുമ്പത്തെ MLAക്ക് കൊടുക്കണം, മന്ത്രിക്ക് കൊടുക്കണം, പിന്നെ MLAക്കും തരണോ? ഇതെന്താണ് ഒരു പിരിവ്? ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 പൈസകൾ തരരുത്, കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണം, എൻ്റെ പാർട്ടിയുടെ നമ്പർ തരാം, കൊടുക്കും. അങ്ങനെ ഈ പിരിവിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. താങ്കളിപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചോ? സ്വതന്ത്രം ഇപ്പോൾ ഈ വിവരങ്ങൾ പറയണമെങ്കിൽ ഞാൻ മാധ്യമത്തോടെ പറഞ്ഞുള്ളൂ, പോരാ, ജനങ്ങളോട് ഇത് പറയണ്ടേ, എനിക്കതിനൊരു അവസരം ലഭിക്കണ്ടേ. ഇനിയിപ്പോൾ ഞാൻ കുറേ കൊണ്ടും കഴിഞ്ഞാൽ എനിക്കത് അവസരം വയ്ക്കാത്ത അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളോടൊന്ന് പറയാമെന്ന് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണോ മത്സരം നോക്കുന്നത്? ജയിക്കോ തോൽക്കൊന്നല്ല വിഷയം, ഇതൊന്നും ജനങ്ങളോട് പറയണം. അപ്പോൾ എൻ്റെ പാർട്ടി എടുത്ത നിലപാട് എൻ്റെ പാർട്ടിക്കാർ വിവരിക്കും. പാർട്ടി ഞാൻ സഹായിച്ച കഥകളൊക്കെ അവർ വരും. അപ്പോൾ എനിക്ക് അവിടെ ആ സ്പോട്ടിൽ പോയി മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. അതാണ് ഈ കോൺഗ്രസ് നേതൃത്വം പിന്തുണ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാർത്ത പുറത്ത് വന്നപ്പോൾ അവർ വന്നിരുന്നു, സംസാരിച്ചു. രമേശ് ചെന്നിത്തലനെ വിളിച്ചു, എന്ത് വിഷയമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ശരി, ഞാൻ എൻ്റെ ആൾക്കാരോടൊന്ന് പറയട്ടെ. അപ്പോൾ അവരെന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് എനിക്ക് എൻ്റെ പിന്തുണയ്ക്കാം, ഞാൻ ഉൾക്കൊള്ളുന്നു. അപ്പോൾ എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഓക്കെ എന്ന് സംസാരിച്ചു. കോൺഗ്രസ് വന്നു, BJPയുടെ ആൾക്കാർ വന്നു, പിന്നെ വേറെ 2-3 പാർട്ടിയുടെ പേര് ഞാൻ മറന്നു, അവരൊക്കെ വന്നു. അവരൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം, സഹായിച്ചാൽ നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് എനിക്ക് ഇപ്പോഴത്തെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഓക്കെ എന്താണ് പറഞ്ഞോ, MLA ഞാൻ തരാനുള്ള സൗകര്യമായിട്ട് ചെയ്തു തരാം എന്ന് ഈ വരുന്ന പാർട്ടിക്കാരൊക്കെ പറഞ്ഞു. ഇപ്പോൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, എപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വേരുള്ള ഒരു സ്ഥലമാണ് ഈ നാട്ടിലടക്കമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ ജനങ്ങളിലുള്ള പിന്തുണ താങ്കൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ പൂർണ്ണമായി പിന്തുണ ലഭിക്കും. സത്യസന്ധമായ ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്ക് പരിപൂർണമായി പാർട്ടിയുടെ അകത്ത് ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ നിലയിൽ പരമാവധി വോട്ടുകൾ എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 600 പോലെയുള്ള
പാർട്ടി പ്രവർത്തനമാണ്. അപ്പോൾ പെട്ടെന്ന് മാറുമ്പോൾ വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് പ്രയാസമുള്ള സമയമാണ്. അതുകൊണ്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, പോയാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആവുമെന്ന് പിള്ളേർ പറഞ്ഞു. 2 പെൺകുട്ടികളാണ്, ഭാര്യയുണ്ട്, ഈ ചെറിയ വീടുണ്ട്. അപ്പോഴാണ് പാർട്ടി ലെറ്റർപേഡ് കമ്മിറ്റി കൂടിയിട്ട് എനിക്കെതിരെ കുറേ അവസരം ഉന്നയിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളോട് മറുപടിയാണിത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെറ്റർപേഡിൽ എഴുതാൻ പറ്റുന്ന വിഷയങ്ങളല്ല അവർ എഴുതിയിരിക്കുന്നത്. അച്ഛാ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ഇല്ലതും ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതുമായിട്ട് കുറേ കാര്യങ്ങൾ അത് പ്രഖ്യാപിച്ചു. അത്രയല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ പാർട്ടി നേതൃത്വത്തിൽ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടോ? അങ്ങനെ അത് കാരണം അതാണ് എനിക്ക് സംശയം കിടന്നത്. ബന്ധപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. എന്നുവെച്ചാൽ അവർ നമ്മൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അവരോട് പറയുമല്ലോ, അത് മറുപടി തരാൻ അവർക്കില്ല. പിന്നെ അങ്ങനെ എൻ്റെ അടുത്ത് വരിക, വരാനുള്ള സാഹചര്യം ഇല്ലല്ലോ. പിന്നെ സാമ്പത്തികമായി പിരിച്ചു കൊടുക്കുന്നതിൽ ഞാൻ പറയലാണ്, കൊടുത്തിട്ടില്ല. ഒരു 50 വർഷക്കാലത്തെ പാർട്ടി ജീവിതത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് CC മുകുന്ദന് നല്ലൊരു വീട് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ? അത് വെച്ചാൽ എൻ്റെ ഒരു കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ട്. എൻ്റെ വീട് തന്നെ പറയുന്നത് ഭൂമിയില്ല. എല്ലാവരും കൂടുതൽ സ്വത്തുള്ള കുറച്ച് ഭൂമിയാണ് ഉള്ളത്. ആ ഭൂമി ഏകദേശം 5.5-6 സെൻറ്റ് ഭൂമിയുള്ളത്. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ കൂടി എൻ്റെ മക്കളെ കല്യാണമൊക്കെ വന്നപ്പോൾ അത് ലോൺ എടുക്കാൻ എനിക്ക് എഴുതി തന്നു. അപ്പോൾ ആ ഭൂമി എനിക്ക് ഉണ്ടായിരുന്നു. ആ ഭൂമി അതിൽ കുറച്ച് കാശൊക്കെ വീട്ടിയിട്ടാണ് ഭൂമി നമ്മൾ പണയപ്പെടുത്തി ക്ലിയറായിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. വീട് പണിയുള്ള കാശില്ല. വീട് പണിയുള്ള കാശില്ലാണ്ട് വന്നപ്പോൾ ഞാൻ ചെയ്തത്, എൻ്റെ പഴയ മണ്ണ് വെച്ച പെരയുണ്ട്, ആ മണ്ണ് വെച്ച പെര പൊളിച്ച് അവിടെ ഒരു ചെറിയ കുറച്ച് പൈസ ആൾക്ക് കടം മേടിച്ച് വീട് തറയൊക്കെ കെട്ടി ഉള്ളിലത്തെ ആ ഓടുപരയുടെ വിസ്തീർണത്തിൽ ഇതുണ്ടാക്കി പഴയ വീടുണ്ടാക്കി. അതിന് ശേഷം കുറച്ച് പൈസ കൊണ്ട് മേടിച്ച് ഫ്രണ്ടിലൊരു ചെറിയ റൂമൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും പുതിയ പെര തയ്ച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിൽ പിന്നെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നു, മക്കളെ കല്യാണം വരുന്നൊക്കെ വരുന്നു, വീടിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അങ്ങനെ തുറന്ന് പണിയുണ്ടായില്ല. കൃത്യമായി സംഘത്തിൽ പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ശമ്പളം 60,000 രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു ഈ പാർട്ടിയുടെ കത്തിൽ. എനിക്ക് ഓർമ്മയില്ല, അത് ഒന്ന് പുനഃപരിശോധിക്കപ്പെട്ടു. ഞാൻ അത്ര ഈ പറയുന്ന സൊസൈറ്റിയിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിരുന്ന പരിശോധിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് ആ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സംഘടനാപരമായി പുറത്തേക്ക് പോയാൽ അപ്പോൾ വെട്ടി എൻ്റെ അന്നത്തെ ഇവർ ലീവ് ഇട്ടു. പിന്നെ എനിക്ക് കാശ് ശമ്പളം കിട്ടുക. ഇനിയും CC മുകുന്ദനെ ഇവിടെ ഒരിക്കൽ കൂടി MLA ആക്കിയാൽ ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊരു തോന്നലുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാമല്ലോ, അല്ല പിന്നെ അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അന്യല്ല, അവർക്ക് എന്തോ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യമൊന്നും നടപ്പാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശരിയല്ല എന്താ പറയുക. പിന്നെ ഞാൻ അവരുദ്ദേശിച്ച PA കുറിച്ച് പറഞ്ഞില്ലേ, കളവ് ചെയ്യുന്ന പിള്ളേർ കളവ് ശരിയാണ് അംഗീകരിച്ച് ഞാൻ ഒപ്പിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ അവരുടെ പ്രതിഷേധമാണ്. അല്ല ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ പറയണുണ്ടേ, അവരുടെ പേരൊക്കെ ഞാൻ മഞ്ഞായിട്ട് പുറത്ത് പറയേണ്ടി വരും. അത് ഞാൻ MLA ആവാൻ പിടിക്കുക എന്നൊന്നല്ല വിഷയം. ജനങ്ങളോട് ഇതൊന്ന് പോയി പറയണം. പിന്നെ അവർ പറയുന്ന കാര്യം ചെയ്യാൻ സ്വല്പം ആത്മധൈര്യം കുറവായിരുന്നു. അല്ലാണ്ട് കുറേ രൂപങ്ങൾ എടുത്താൽ കുറേ കാര്യം ഇപ്പോൾ ചെയ്തു തരാം, അതിനെ കാറിൽ കൊണ്ടുപോകാം, നല്ല ഭക്ഷണം അതൊന്നുമില്ല. അവർക്ക് വെറും ചിലപ്പോൾ ആ നേരത്തെ ഒരു കട്ടൻ ചായന് കിട്ടുക, അത് എൻ്റെ കാശ് കൊടുത്ത് ഞാൻ പിടിക്കുക, ഒരാൾക്കൊന്നും മേടിച്ച് കഴിക്കാറില്ല. അങ്ങനത്തെ ഒരു പാർട്ടി പ്രവർത്തനം വരുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ വേറെ രീതിയിൽ പലതും പറയാം. ഞാൻ ചിലപ്പോൾ ഇത് ചില കാര്യം ചെയ്യുന്ന ആളാണ്, അതുപോലെ ഒരു പെണ്ണുങ്ങളായിട്ട് നടക്കുന്നവരൊക്കെ പറയാൻ നാളെ ഉണ്ടാവാതെ ഈ ലെറ്റർപേഡ് വൃത്തിയിലല്ല എഴുതി വെച്ചിരിക്കുന്നത്. ആ ലെറ്റർപേഡ് ഇനിയും ഉപയോഗിക്കും, വൃത്തികെട്ട ഭാഗത്തിലേക്ക് അത് ഉപയോഗിക്കട്ടെ, ജനങ്ങൾ ഉൾക്കൊള്ളും. ഇപ്പോൾ ജനങ്ങൾ പലരും എന്നെ വിളിക്കുന്നില്ല. എന്താ കാരണം? ഇത് കേട്ടപ്പോഴാണ്. ആ കേട്ടപ്പോൾ ആൾക്കാരോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പറയുമ്പോൾ നിങ്ങളോട് എന്നോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചത് അവർ എഴുതിയതല്ലേ, ഞാൻ മറുപടി പറയാൻ ഭാര്യയോട് ഭംഗിയായിട്ട് ഇവിടെ പറയും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ആരോപണങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ കാണുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തോട് ഇപ്പോൾ എന്താ പറയേണ്ടത്? അല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ പറയേണ്ട അടിസ്ഥാനത്ത് വന്നതല്ലേ, അതാരുണ്ടാക്കുന്നത്? സോഷ്യൽ മീഡിയ അല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾ പറയുന്ന ഈ പറയുന്ന എഴുതി തന്ന ആൾക്കാർ ഉണ്ടാക്കുന്നതല്ലേ. വേറെ എന്നിട്ട് അതിൻ്റെ അടുത്ത് പറയാൻ. ഞാൻ അത്യാവശ്യം ഇത്തിരി കൂടുതൽ ചോറുണ്ടില്ലെങ്കിൽ കുറച്ച് ചോറെങ്കിലും കഴിക്കുന്ന കൂടുതലല്ല. എനിക്കെന്നെ വലിയ ഭക്ഷണം ഇഷ്ടമല്ല, സാധാരണ ഭക്ഷണമുള്ളൂ. അത് കഴിച്ചിട്ടുള്ള വിവരം തലയിലുണ്ട്. അതുകൊണ്ട് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കും എന്നെ നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കൂടുതലാണ്. അതാര് പറയട്ടെ, ഇവരെ മാത്രമേ പറയുള്ളൂ, വേറെ ഒരാൾ പറയില്ല. ഉൾക്കൊള്ളട്ടെ, അവർ വെല്ലുവിളിക്കട്ടെ എന്നെ, ഞാൻ തയ്യാറാണ്. അത് ഞാൻ പറയുന്നത്, നാട്ടിക മണ്ഡലത്തിൽ 222 ബൂത്തുകളുണ്ട്. ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുമ്പോൾ 222 ബൂത്തുകളിൽ പോയി പ്രസംഗിക്കും. നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം മുഴുവൻ ഞാൻ സംവാദം നടത്താൻ പോകണം. ബൂത്തുകളിൽ പ്രസംഗമല്ല, നിങ്ങൾക്ക് വരും, നിങ്ങളായിട്ട് ചർച്ച ചെയ്യും, എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അവർ ചോദിക്കുക എന്താണ് മൂന്നാട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടിയെ ജനങ്ങളോട് പറയും. അതിനെയാണ് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ പറയില്ല, ഞാൻ പറയുന്ന പോലെ ഒരു സ്വതന്ത്ര
സ്ഥാനാർത്ഥിയായി എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ ഞാൻ ആലോചിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ കാര്യം പ്രസ്താവിക്കാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണല്ലേ? അതെ, നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, മറുപടി പറയാൻ വെല്ലുവിളിക്കുക. ഓക്കെ.